നമസ്കാരം. വളരെ രുചികരമായ ഒരു മുട്ട റോസ്റ്റ് റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്റെ പേര് ഈശ്വരപ്രസാദ്. രുചിലോകത്തേക്ക് സ്വാഗതം. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതിലേക്കായി ആദ്യം മുട്ട ഒന്ന് പുഴുങ്ങിയെടുക്കണം. അത് വളരെ എളുപ്പമെന്ന് പറയുന്നത് നമുക്കൊരു കുക്കറിൽ വെച്ച് തന്നെ മുട്ട വളരെ വേഗത്തിൽ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. ഒരു 3 വിസിൽ കേട്ടാൽ മതി, നമുക്കത് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും. അപ്പം മുട്ട നമ്മൾ കുക്കറിൽ വെച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. മുട്ട മുങ്ങി നിൽക്കത്തക്ക വിധം വെള്ളമൊഴിക്കുക. ഒപ്പം തന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ഒരു കടായി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 2 ഏലക്ക, 4 ഗ്രാമ്പു, 1 ഇഞ്ച് നീളമുള്ള കറുവാപ്പട്ട എന്നിവ ഇടാം. അതോടൊപ്പം 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർക്കാം. ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. അതോടൊപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ചേർക്കാം. ഇവ ഒന്ന് വഴറ്റി കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഒരു 4 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം. സവാള വെറും ഒരു 5 സെക്കൻഡ് നേരം ഒന്ന് വഴറ്റുക. ഉടൻ തന്നെ 1 ടൊമാറ്റോ കട്ട് ചെയ്തതും ഇതോടൊപ്പം ചേർക്കാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് വീണ്ടും അല്പനേരം ഒന്ന് വഴറ്റുക. 3/4 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് അല്പനേരം വഴറ്റുക. തുടർന്ന് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം അര വേവ് ആയിട്ടുണ്ട്. ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞിരിക്കുകയും കളർ നല്ലതായിരിക്കുകയും ചെയ്യും. 1 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്. ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക. മസാല എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്യുവാൻ. ഇപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കാം. ഇനി 1 മിനിറ്റ് നേരം തുടർച്ചയായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയം നമ്മളിത് മൂടി വയ്ക്കുകയൊന്നും വേണ്ട, നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഈ പഞ്ചസാര ഇടുന്നത് ഇതിൻ്റെ മസാലയുമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനും ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ഈ മുട്ട റോസ്റ്റ് നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന മുട്ട റോസ്റ്റിനേക്കാളും മികച്ചതായിരിക്കും. മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ വിശ്വാസ്യതയും നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പ് നോക്കാം. ആവശ്യമാണെങ്കിൽ അല്പം ഉപ്പ് അതിൽ ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. 1 മിനിറ്റിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒപ്പം തന്നെ നല്ല മണവും ഒക്കെയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ചേർക്കാം. കുക്കറിൽ പുഴുങ്ങിയെടുത്ത മുട്ട ഓരോന്നായി നമുക്ക് ഈ മസാലയിൽ വയ്ക്കാം. ഈ സമയം നമുക്ക് തീ വളരെ കുറച്ച് വയ്ക്കുക, അല്ല എങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വയ്ക്കുക. നമുക്ക് എല്ലാ മുട്ടയും ഇതുപോലെ അടുക്കി വയ്ക്കുക. മുട്ടയ്ക്ക് മുകളിലേക്ക് ഇതേപോലെ മസാലയും ഒന്ന് പൊതിഞ്ഞ് വയ്ക്കുക. രുചികരമായ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അല്പനേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം തീയൊന്നും നമ്മൾ കത്തിച്ചിട്ടില്ല, എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അടച്ചു വയ്ക്കാം. അല്പസമയത്തിന് ശേഷം നമുക്കിത് തുറന്ന് ഉപയോഗിക്കാം. ഈ മുട്ട റോസ്റ്റ് റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്താൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അടുത്തൊരു രുചിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.